കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേ. 3 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ, വളരെ വേഗത്തിൽ കടന്നുപോയി എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ എനിക്ക് ലഭിച്ച സമയത്തിൽ അത് പൂർണ്ണമായി ചെയ്തു തീർക്കണമെന്നാണ് ഞാൻ വളരെ വേഗത്തിൽ ഈ ക്ലാസ് മുമ്പോട്ട് പോയത്. ഇതുപോലെ ഇത്രയും വേഗത്തിൽ ഞാൻ ഒരിടത്തും ക്ലാസ് എടുത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ശാന്തമായിട്ട് നമുക്കൊരു 7-8 ദിവസം ഉണ്ടെങ്കിൽ ഈ പോർഷൻസ് ശരിക്കും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേ. അതുകൊണ്ട് ക്ഷമിക്കുക. ആമേ. സ്തോത്രം. നമുക്ക് സമയം മുമ്പിലില്ലല്ലോ. വളരെ വേഗത്തിൽ നമുക്ക് ദൈവവചനങ്ങളെ നമുക്ക് കുറച്ച് പഠിക്കാം. ആമേ. സ്തോത്രം. ഞാൻ ഇപ്പോഴെല്ലായിടത്തും കൺവെൻഷനുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കല്യാണ വീട് എന്നും വരത്തില്ല, വർഷത്തിൽ എന്തെങ്കിലും 1-2 അല്ലയോ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അമ്മയുടെ വീട്ടിലെ ഭക്ഷണത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലെ ഭക്ഷണം എന്നും നമ്മൾ ഒരുക്കും, എന്നും നമ്മൾ കഴിക്കും. അത് നമുക്ക് ആരോഗ്യത്തിന് നിലനിൽപ്പാം. അതുപോലെ ആമേ. സ്തോത്രം. ഒരു കൺവെൻഷൻ മീറ്റിംഗ് കല്യാണം പോലെ വരും പോവും ഇല്ലയോ. ഒരാഴ്ച സഭയിൽ പോകുമ്പോൾ നമ്മുടെ അമ്മയുടെ വീട്ടിലോ അപ്പൻ്റെ വീട്ടിലോ പോയതുപോലെ അവിടെ പോയി കഴിച്ചിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ആമേ. സ്തോത്രം. എന്നാൽ നിരന്തരമായി വേദപുസ്തകം പറയുന്നു, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാപ്പകൽ എന്ന് പറഞ്ഞാൽ ആമേ, എപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെയും ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കുന്നത് വളരെ കുറവാണ്. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ജനങ്ങളുടെ മധ്യേ കുറഞ്ഞു വരുന്നൊരു കാലം. വായന ശീലമില്ല, വായിക്കാൻ അറിയത്തില്ല, അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. ആമേ. സ്തോത്രം. മറ്റു പുസ്തകങ്ങളെ പോലല്ല ദൈവവചനം പഠിക്കാൻ അതിനൊരു ക്രമമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ആമേ, പഴയ നിയമത്തിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ആദ്യത്തെ 5 പുസ്തകവും പഞ്ചഗ്രന്ഥങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം പഞ്ചഗ്രന്ഥങ്ങളാണ്. അത് യഹൂദന്മാരുടെ ആമേ നിയമങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. യോശുവ മുതൽ എസ്തർ വരെ 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകം അന്നത്തെ കാലത്തിൽ നടന്ന സംഭവം ആമേ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അത് ചരിത്രമാണ്. ആമേ. സ്തോത്രം. അടുത്ത 5 പുസ്തകങ്ങൾ വരുന്നു. യോബ് മുതൽ ഉത്തമഗീതം വരെ 5 ആമേ പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങളാണ്. അതിനുശേഷം യെശയ്യാ മുതൽ മലാഖ്യ വരെ 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങൾ. ആദ്യമായിട്ടൊരു ഒരു വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തി ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങി വായിക്കുമ്പോൾ ആമേ നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേ. സ്തോത്രം. ഉൽപ്പത്തി വായിക്കുമ്പോൾ തന്നെ അതിനുള്ള പേരുകളും അതിൻ്റെ ശരിക്ക് ഗ്രഹിക്കാൻ പറ്റാതെ അവിടെ തന്നെ അവർ കുഴഞ്ഞു പോകും ഇല്ലയോ. വേദപുസ്തകം വായിക്കുന്ന പലരും, ഞാൻ പല ചാർട്ടുകൾ കണ്ടിട്ടുണ്ട്. വേദപുസ്തകം പഠിക്കാനുള്ള അവർ കൊടുത്തിരിക്കുന്നത് 1 വർഷം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അവർ പറയുന്നത് പഴയ നിയമത്തിലെ 2 അധ്യായം, പുതിയ നിയമത്തിലെ 2 അധ്യായം, രാവിലെ അവിടെ നിന്നും വൈകുന്നേരം ഇവിടെ നിന്നും അങ്ങനെ വായിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ കിടപ്പറിയാതെ വായിച്ചാൽ അതിലൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻ്റ് അല്ല, ഫസ്റ്റ് എയ്ഡാണ്. ആദ്യം ആ ജീവനെ നിലനിർത്തുക, പിന്നീട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം ഇല്ലയോ. അപ്പോൾ അതുപോലെ നമുക്ക് ആദ്യം ആത്മരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പഠിക്കണം, ആത്മരക്ഷയ്ക്കുള്ള കാര്യം പഠിക്കണം. എന്നിട്ട് വേണം ക്രമമായി വേദപുസ്തകം എന്ത് ചെയ്യാം, വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, യഹൂദന്മാരുടെ ആ ന്യായപ്രമാണം പഠിച്ചു കൊണ്ടിരുന്നാൽ നമുക്കെന്ത് ഗുണം? നമുക്കെന്ത് ഗുണം? നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ല. കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ പ്രമാണത്തിൻ്റെ താഴെ ഉള്ളവരാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ പ്രമാണമാണ് നമുക്ക് ആവശ്യം ഇല്ലയോ. അപ്പോൾ ആമേ. സ്തോത്രം. കാണാതെ ഇങ്ങനെ ന്യായപ്രമാണം പഠിക്കുക, ഓക്കെ, അതവിടെ നിർത്തിയിട്ട് ചരിത്രം പഠിച്ചാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇവിടെ രക്ഷിക്കപ്പെട്ടവൻ ദൈവം അന്ന് അബ്രഹാമിനെ നടത്തിയത്, യാക്കോബിനെ നടത്തിയത്, രക്ഷിക്കപ്പെട്ട് അല്പം ആത്മീകമായി വശമുള്ളവർ പഠിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ വിശ്വാസം ഉണ്ടാകും. ഓ, ദൈവം അന്ന് അബ്രഹാമിനെ നടത്തി, നമ്മളെയും നടത്തും ഇല്ലയോ. അബ്രഹാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതുകൊണ്ട് ആത്മരക്ഷയ്ക്കായിട്ടുള്ള ആ ഉപദേശങ്ങൾ നമുക്കവിടെ പാസ്റ്റർമാർ വ്യാഖ്യാനിക്കും. അത് വേറെ പാസ്റ്റർമാർ വ്യാഖ്യാനിക്കും. അവിടെ നിന്ന് ഒത്തിരി കോട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിലൊക്കെ, ശരിയാണ്. എന്നാൽ പഴയ നിയമത്തിലെ ഒരു വ്യക്തി, ഒരു ആദ്യമായി പഠിക്കുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടത് ദൈവം സൃഷ്ടിതാവാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം നന്നായി പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നന്നായി വായിച്ച് പഠിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, അതിപ്രധാനമായ കഥാപാത്രങ്ങൾ ഇല്ലയോ. ആദം ഇല്ലയോ, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിൽ വരുന്നതാണ് യോസേപ്പ് ഇല്ലയോ.
ഈ 5 കഥാപാത്രങ്ങളെയും ചുറ്റിയുള്ള സംഭവങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആമേ, സ്തോത്രം. അതിനുശേഷം മനുഷ്യരുടെ വീഴ്ചയ്ക്കായി ദൈവം കൊടുത്ത യാഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ലേവ്യ പുസ്തകം. ഏകദേശം എല്ലാ യാഗങ്ങളും ഒന്നുപോലെ ഇരിക്കും. അപ്പോൾ അത് വായിച്ച് കുഴയാതെ നമുക്കൊരു ഐഡിയ ആയിരുന്നാൽ മതി. മനുഷ്യൻ വീണുപോയി, ആ പാപത്തിന് പരിഹാരമായി അവിടെ യാഗം താൽക്കാലികമായിട്ട് ദൈവം എന്ത് ചെയ്തു? യാഗങ്ങളെ കൊടുത്തിരുന്നു. അതിനുശേഷം സ്തോത്രം, മഹത്തായ യാഗമായ ക്രിസ്തു ഭൂമിയിലേക്ക്, ഇല്ലേ, ക്രിസ്തുവിനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചു. സ്തോത്രം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പുതിയ നിയമം നമുക്ക് അകത്ത് പോകുന്ന മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമം എന്ന് നമ്മൾ വായിച്ചാലും പഴയ നിയമത്തിലെ സകല വിഷയങ്ങളും യേശു ക്രിസ്തുവെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുന്ന സമയം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സുവിശേഷം, വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷവും ആദ്യത്തെ പ്രവചനവാക്കും ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 3:15. ആമേൻ, സ്തോത്രം. ഞാൻ യേശു ക്രിസ്തുവെ കുറിച്ച് പറയുന്ന മൊത്തം വേദപുസ്തകവും പഴയ നിയമത്തിലെ എല്ലാ സംഭവവും യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കുറേ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോകാം. സ്തോത്രം. നമ്മൾ യെശയ്യാപ്രവചനം 53-ാം അധ്യായം, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപത്തിന് പരിഹാരമായി തകർക്കപ്പെടും എന്നുള്ളതിൻ്റെ തെളിവ് അവിടെയുണ്ട്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ 3-ാം അധ്യായം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണത്തെക്കുറിച്ച് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു കന്യകയിൽ അവൻ ജാതനാകും എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം 9:6-7 വാക്യങ്ങൾ, യെശയ്യാപ്രവചനം 9:6-7 വാക്യങ്ങൾ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാണുവാൻ കഴിയും. അതുപോലെ 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിൻ്റെ ആ കഷ്ട അനുഭവങ്ങളെ കുറിച്ച്. അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാം വായിച്ചാൽ നമുക്ക് സമയം ഒരുപാട് പോകും. സ്തോത്രം. ഞാൻ പറഞ്ഞു ഇതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വാക്യങ്ങളാണ്. മലാക്യ പ്രവചനം 5:2, സഖറിയ 9:9, ഈ വാക്യങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഓക്കെ. അതുപോലെ പഴയ നിയമം വായിക്കുമ്പോൾ ഇസ്രായേലിന് അതിപ്രധാനമായ 7 ഉത്സവങ്ങളുണ്ട്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫലം, പെന്തക്കോസ്ത് പെരുന്നാൾ, കാഹള ഉത്സവം, പരിഹാര ഉത്സവം, കൂടാര ഉത്സവം. അങ്ങനെ 7 ഉത്സവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ കുറിച്ചൊക്കെ ഞാൻ അല്പം നിർത്തി പറയാം. ഒന്ന് പെസഹ, ഇസ്രായേലിൻ്റെ പ്രധാനമായ 7 ഉത്സവങ്ങളിൽ ഒന്ന് പെസഹ. സ്തോത്രം. 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ സ്തോത്രം പെരുന്നാൾ. 3 ആദ്യഫലത്തിൻ്റെ പെരുന്നാൾ. 4 പെന്തക്കോസ്ത് പെരുന്നാൾ. സ്തോത്രം. 5 കാഹളോത്സവം. 6 പരിഹാരോത്സവം. 7 സ്തോത്രം കൂടാരോത്സവം. ഇങ്ങനെ 7 ഉത്സവമുണ്ട്. ഈ 7 ഉത്സവവും ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിങ്ങൾ അത് മനസ്സിലാക്കുവാൻ കഴിയുമോ? വേണമെങ്കിൽ ഒരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ.
കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചു. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, അതുകൊണ്ട് ഭക്ഷണപാനീയം സംബന്ധിച്ചോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ, പെരുന്നാള്, വാവ്, ശബത്ത് എന്നതിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ. ഇവ വരുവാനുള്ളതിന്റെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. മതി, അതിനെ ഒന്ന് തമിഴിലൊന്ന് വായിക്കാമോ? അവിടെ അല്പം. துரைத்தனங்களையும் அதிகாரங்களையும் உரிந்து கொண்டு வெளியரங்கமான கோலமாக்கி அவைகளின் மேல் சிலுவையிலே வெற்றி சிறந்தார். ஆகையால் போஜனத்தையும் பானத்தையும் குறித்தாவது, பண்டிகை நாளையும் மாத பிறப்பையும் ஓய்வு நாளை குறித்தாவது ஒருவனும் உங்களை குற்றப்படுத்தாதிருப்பானாக. ഉത്സവങ്ങളെ കുറിച്ച് ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. വായിക്കേ. அவைகள் வரும் காரியங்களுக்கு நிழலாய் இருக்கிறது. அவைகளின் பொருள் അതിന്റെ പൊരുൾ ക്രിസ്തുവെ പറ്റുന്നത്. ഹലോ, അതിന്റെ പൊരുൾ ഏതാണ്? ക്രിസ്തുവെ. ഉത്സവങ്ങളുടെ പൊരുൾ ക്രിസ്തുവാ. ഉത്സവങ്ങളുടെ പൊരുൾ ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ദൈവം കൊടുത്ത ഉത്സവം ക്രിസ്തുവിൽ പൂർണ്ണമാകുമ്പോ ഇപ്പോ ഉത്സവങ്ങൾ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടുവരുക. വചനം അറിയാത്തവർ നമ്മൾ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ക്രിസ്മസ് ക്രിസ്ത്യാനിക്കുള്ളതല്ലയോ? ഇല്ലയോ? ഓപ്പണായിട്ട് പറഞ്ഞാൽ അത് ഒത്തിരി പലർക്കും വിഷമം ഉണ്ടാകും. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഈസ്റ്റർ എവിടെ നിന്ന് വന്നു? ഈസ്റ്ററിൻ്റെ ചരിത്രം എന്തുവാ? ചരിത്രം ആർക്കുമാണ്? ഇല്ലയോ? ബൈബിളിൽ അതോടെ അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, കാണാത്ത കാര്യങ്ങളിൽ. അതൊന്ന് വായിക്കാമോ? മായமான താഴ്മയിലും. മലയാളത്തിൽ വായിക്കും. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. കണ്ടോ? സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ, പ്രമാണങ്ങളെ മുറുകെ പിടിക്കാതെ സ്വന്തം ദർശനങ്ങളിൽ. ഇല്ലയോ? ഉത്സവങ്ങളെല്ലാം ക്രിസ്തുവിൽ സമാപിച്ചു വരുന്നു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ സ്തോത്രം, ഇപ്പോ പുതിയ പുതിയ ഉത്സവങ്ങളെ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോ പെസഹ അവിടെ യെരുശലേമിൽ പെസഹ അവര് അടിക്കുമ്പോ ഇവിടെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നല്ലോ. ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരുശലേമിൽ പെസഹ നടക്കുമ്പോൾ യേശു ക്രിസ്തുവിടെ കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു. അവിടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം. അവിടെ ആദ്യഫലം അവര് അർപ്പിക്കുന്ന സമയത്ത് 1 കൊരിന്ത്യർ 15:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി ക്രിസ്തു എഴുന്നേറ്റു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുവരിൽ ആദ്യമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആമേൻ. ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തിരിക്കുന്നു. ക്രിസ്തു വേദപുസ്തകത്തിലെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാലത്തും മരിച്ച ലാസറുവിനെയൊക്കെ ഉയർപ്പിച്ചു. എന്നാൽ അവരെല്ലാം മരിച്ചു. വീണ്ടും ഒരിക്കലും മരിക്കാത്തവനായി, ഇനി മരണമില്ലാത്തവനായി, ആദ്യ ഫലമായി മരണത്തെ ജയിച്ച് എഴുന്നേറ്റവൻ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ആദ്യ ഫലം ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരുശലേമിൽ പെന്തക്കോസ്ത് ഉത്സവം ആചരിക്കുന്ന സമയം സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. സ്തോത്രം. ഇനി 3 ഉത്സവങ്ങൾ നിവർത്തിയാകാനുണ്ട്. ഇനി 3 ഉത്സവങ്ങൾ. ഹല്ലേലൂയ. 4 നിവർത്തിയായി. 7 ഉത്സവങ്ങൾ ഉള്ളതിൽ 4 ഉത്സവങ്ങൾ നിവർത്തിയായി. ഇനി 3 ഉണ്ട്. ഒന്ന് കാഹളോത്സവം. അത് നമ്മൾ വായിക്കുന്നു 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നെയും ഇറങ്ങി വരും. കാഹളം, ജനത്തെ കൂട്ടുവാനുള്ള കാഹളം ധ്വനിക്കേണ്ട സമയമായി ധ്വനിച്ചിട്ടില്ല. 3 ഉത്സവം ബാക്കി നിൽപ്പുണ്ട്. പരിഹാര ഉത്സവം, ഇനി അവസാനമായി കൂടാര ഉത്സവം, നിത്യതയെ കാണിക്കുന്ന ആ കൂടാര ഉത്സവത്തോടത് തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമം പൂർണ്ണമായി ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സൂര്യകാന്തി പൂവുണ്ട് അല്ലയോ, സൺഫ്ലവർ, അത് സൂര്യനെ ഫോക്കസ് ചെയ്തു. സൂര്യൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് ആ പൂവും ഫോക്കസ് ചെയ്യും. അതുപോലെ പഴയ നിയമത്തിൻ്റെ ഫോക്കസ് ക്രിസ്തുവിലെ. എവിടെന്ന്? ഉൽപ്പത്തി 3:15 മുതൽ അങ്ങോട്ട് എല്ലാം നോക്കിയ, എല്ലാം ക്രിസ്തുവിനെ നോക്കി നിൽക്കുക. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാം പഴയ നിയമത്തിലോട്ട് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എവിടെ വേദപുസ്തകം വായിക്കുന്നു, എന്ത് വായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു യഹൂദന്മാരുടെ ന്യായപ്രമാണം നമ്മൾ പഠിച്ചിട്ട് എന്തോ കാര്യം ഇല്ലയോ? യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാൽ രക്ഷിക്കപ്പെട്ടവർ അത് വായിക്കുമ്പോൾ അവർക്ക് വല്ല ആത്മീക ഒരു വിശ്വാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ അതിൽ നിന്ന് നമുക്ക് എടുക്കാനില്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രവചനം ക്രിസ്തുവിനെ കുറിച്ച് കിടപ്പുണ്ട്. ഞാൻ താഴോട്ട് പറയാം ഇല്ലയോ? യഹൂദന്മാരുടെ പ്രമാണങ്ങളും ചരിത്രവും എങ്കിലും ഇതിൻ്റെ അകത്ത് അതാണ് വളരെ പ്രധാനം. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങൾ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ വായിച്ചു ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി. സ്ത്രീയുടെ സന്തതി. ഓക്കെ, അത് നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ. തമിഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് 5-ാം വാക്യമാണ്. തമിഴിൽ 5, മലയാളത്തിൽ അത് 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കണ്ടോ? ഉൽപ്പത്തി പുസ്തകം 3:15 എന്തോ വായിച്ചു? സ്ത്രീയുടെ സന്തതി. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു കാലസമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിൽ വന്നു. വചനം നിവർത്തിയാകുന്നു ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം നിശ്ചയിച്ച ഒരു കാലഘട്ടമുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. പഴയ നിയമത്തിലെ ചില കാരണങ്ങളുണ്ട്. എത്രയും സമയം വരുവാൻ, ചില കാര്യങ്ങളെ പൂർത്തീകരിച്ച് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ദൈവഹിതത്തിലുള്ള ആ കാലം തികയുവാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ മർക്കോസ് 1:15 നമ്മൾ വായിക്കുന്നു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട ദൈവൻ തിരിഞ്ഞുകൊള്ളുവേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലം തികഞ്ഞു എന്നുള്ളത് റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം, എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. കാല തികവിൽ കാല സമ്പൂർണത വന്നപ്പോൾ ക്രിസ്തു ഈ ലോകത്തിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി വന്നു. വേദപുസ്തകം പറയുന്നു പിതാവ് അവനെ ഭൂമിയിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. സമയം വന്നപ്പോൾ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 3:17. യോഹന്നാൻ 3:17 ഒന്ന് വായിച്ചാൽ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം അയച്ചതാ. കാലസമ്പൂർണത വന്നപ്പോൾ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാൻ 12:49 വാക്യം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് പറയണമെന്നും യേശു പറയുന്നു, എന്നെ അയച്ച പിതാവ്. അപ്പൊ പിതാവ് അയച്ചത് ഈ പുത്രനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? അയച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തിന് അയച്ചെന്നറിയാമോ? ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കുവാൻ, ന്യായപ്രമാണത്തെ ക്ലോസ് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു പഴയ നിയമകാലത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇല്ലയോ? ദൈവമാണ്. പഴയ നിയമത്തിലുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഒരു ബോധമുണ്ടാകണം, പുതിയ നിയമം തുടങ്ങുന്നത് എവിടെയാ, പുതിയ നിയമം എന്താണ്, എല്ലാം വേദപുസ്തകത്തിൻ്റെ ശരിക്കും മനസ്സിലാകണം. ഈ സ്ട്രക്ചർ അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ല ഇല്ലയോ? യേശു ക്രിസ്തു ഒന്ന് വായിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. ലൂക്കോസ് 2:27 വാക്യം. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ, ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ. കണ്ടോ?
ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴാ ജനിച്ചത്. ഗലാത്യ ലേഖനം 4:4 ഒരിക്കൽ കൂടി നിങ്ങൾ വായിച്ചാൽ. ഗലാത്യ ലേഖനം 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, ശ്രദ്ധിക്കണമേ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. എവിടെ ജനിച്ചു? ന്യായപ്രമാണത്തിന്റെ കീഴാ ജനിച്ചത് ക്രിസ്തു. ചിലയിടത്ത് വഴക്കുവരെ ഉണ്ടായിട്ടുണ്ട്. യേശു പുതിയ നിയമത്തിലെ വ്യക്തിത്വമാണ്, യേശു പുതിയ നിയമത്തിലെ ആളാണെന്ന് പറഞ്ഞ് വഴക്കുവരെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. വേദപുസ്തകം എന്തു പറയുന്നു? അവൻ ന്യായപ്രമാണത്തിന്റെ കീഴായി ജനിച്ചു. കാരണം അതിനെ ഒന്ന് പൂർത്തീകരിക്കണം, അതിനെ ഒന്ന് ക്ലോസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതിനാ യേശു വന്ന് അതിനെ ക്ലോസ് ചെയ്തിട്ട് പുതിയ നിയമം സ്ഥാപിക്കപ്പെടണം. കാരണം കാലസമ്പൂർണത വന്നു, എല്ലാത്തിൻ്റെയും അവസാനം വന്നു, എല്ലാത്തെയും ക്രിസ്തു യേശുവിൽ പൂർത്തീകരിക്കേണ്ട സമയമായി, ദൈവത്തിൻ്റെ സമയമായി. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. മത്തായി സുവിശേഷം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. യേശു പറഞ്ഞത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എല്ലാം പൂർത്തീകരിക്കുവാൻ, ഇല്ല, നിവർത്തിക്കുവാൻ അത്രേ വന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ ആളാരാ? ക്രിസ്തു. ഇനി അതിനപ്പുറം ഇല്ല, ഇല്ലയോ? ഇനി അപ്പുറം ഇല്ല. ന്യായപ്രമാണത്തിന്റെ അവസാനം ക്രിസ്തു, പുതിയ നിയമത്തിന്റെ തുടക്കവും ക്രിസ്തു. സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വായിക്കുന്ന ബൈബിളിന്റെ ആ സ്ട്രക്ചർ നമുക്കറിയണം. ഇത് വെറുതെ, ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നത്, ഈ പഴയ നിയമം വാങ്ങിച്ചിട്ട് 39 പുസ്തകം ഒരു പുതിയ വിശ്വാസി വായിച്ച് തീർക്കുമ്പോൾ എത്ര ദിവസം? അതിനു മുമ്പ് അവൻ പിന്മാറ്റത്തിലൊക്കെ പോകും, ഇല്ലേ? ആത്മരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണമൊക്കെ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇല്ലേ? പഴയ നിയമത്തിലെ വാക്തത്വങ്ങൾ, കഴിഞ്ഞുപോയ വാക്തത്വങ്ങൾ, യഹൂദന്മാർക്ക് പറഞ്ഞ വാക്തത്വങ്ങൾ, ആമേ സ്തോത്രം, ഇതൊക്കെ ഭയങ്കരമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, ഇല്ലയോ? പഴയ ചരിത്രത്തിലെ പല കഥകളൊക്കെ, അവിടുത്തെ സംഭവങ്ങളൊക്കെ, ദാവീദ് ഗോലിയാത്തൊക്കെ കഥയൊക്കെ വായിച്ച്, ഇല്ലയോ? നല്ലതാ, അതാര് വായിക്കണം? രക്ഷിക്കപ്പെട്ടവൻ വായിച്ച് ദൈവം അവരെ നടത്തിയ വിധങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് കൃപായുഗമാണ്, ഇല്ലയോ? ന്യായപ്രമാണ കാലമല്ല, അത് തീർന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കന്യാകുമാരിയിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെട്ടു, ഒറ്റ ട്രെയിനേ ഉള്ളൂ, ഇനി ട്രെയിൻ ഇല്ല. ഒരു വയനാട് എക്സ്പ്രസ് പോയെന്നിരിക്കട്ടെ, കന്യാകുമാരി ടു വയനാട് പോയി, വണ്ടി കൊല്ലത്തെത്തി. വണ്ടി എവിടെ പോയി? കൊല്ലത്തെത്തി. ഞാനിപ്പോൾ നെയ്യാറ്റങ്കരയിൽ പോയി കാത്തിരിക്കുക, വണ്ടി വരട്ടെ. ഇനി വണ്ടിയില്ല, ഒറ്റ വണ്ടിയേ ഉള്ളൂ. ഞാൻ എൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് എവിടെ പോയിരിക്കുക? നെയ്യാറ്റങ്കരയിൽ പോയി കാത്തിരിക്കുക, ഇപ്പോൾ വരുമെന്ന്. വണ്ടി കൊല്ലം കഴിഞ്ഞു, ഇല്ലയോ? വണ്ടി കൊല്ലം കഴിഞ്ഞു പോയി. വയനാട് പോകാൻ ഞാനിപ്പോൾ നെയ്യാറ്റങ്കരയിൽ പോയിരുന്നിട്ട് വല്ലതും കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പം മനസ്സിലാകുക, നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ എവിടം വരെ ആയി, ഇല്ലയോ? ദൈവത്തിൻ്റെ പ്ലാൻ എവിടം വരെ ആയി ഒരു ബോധവുമില്ല. നമ്മൾ വായിച്ചാൽ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരിടവും ബൈബിൾ ബേസ് ഓരോരുത്തർക്കും അറിയുന്നില്ല, ഇല്ലയോ? വിശുദ്ധ ഗ്രന്ഥമാണ്, അത് എന്താണ്, അതിൻ്റെ കിടപ്പ് ശരിക്ക് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. എവിടം മുതലാണ് പുതിയ നിയമം സ്റ്റാർട്ടാകുന്നത്? എവിടം മുതലാണ് ശരിക്ക് പുതിയ നിയമം സ്റ്റാർട്ടാകുന്നത്? ആമേൻ. എബ്രായലേഖനം 9-ാം അധ്യായത്തിലെ 16-17 വാക്യങ്ങൾ.
നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമം ഇല്ലയോ, നിയമം എഴുതിയവരുടെ മരണം സംഭവിച്ചതിന് ശേഷമാണ് നിയമം എന്ത് ചെയ്യുന്നത്? സ്ഥിരമാകുന്നത്. വായിക്കാം. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. ആ പഴയ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചത് അല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിക്കുവൻ, ഇത് നിങ്ങൾക്കായി നുറുക്കുന്ന എൻ്റെ ശരീരം. അതുപോലെ അവൻ പാനപാത്രം എടുത്ത് ചൊല്ലിയ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വാങ്ങി കുടിക്കുവൻ, ഇത് നിങ്ങൾക്കായി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകും. വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിച്ചു നോക്കണം. പഴയ നിയമത്തിലെ മോശ ദൈവത്തിൽ നിന്ന് പ്രമാണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ജനത്തെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവർ എന്തിനു പറഞ്ഞ ഓരോ വിഷയം പറയുമ്പോൾ അവർ ആമേൻ പറയും. ആമേൻ പറയുമ്പോൾ മോശ ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ ആട്ടുകുറ്റൻ്റെ രക്തവും വച്ചിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ ബ്രഷ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി പ്രമാണത്തിലും ജനത്തിൻ്റെ മേലും തെളിക്കും. രക്തവും അതുപോലെ ജനത്തിൻ്റെ മേലും ഈ പ്രമാണത്തിൻ്റെ മേലും തെളിക്കും. ആ ഉടമ്പടി ഉറപ്പാക്കും. അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ആ ഉടമ്പടിക്ക് ഉറപ്പ് ഇല്ല. യേശു ക്രിസ്തു എല്ലാം പഠിപ്പിച്ചു എങ്കിലും അവൻ്റെ കാൽവരി ക്രൂശിൽ അവൻ്റെ മരണത്തോട് പുതിയ നിയമം സ്ഥാപിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതോടെ പഴയ നിയമത്തിൻ്റെ വിഷയങ്ങളെല്ലാം നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമം എന്തിനു നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവർക്കത് ദൃഷ്ടാന്തരമായി സംഭവിച്ചു. 1 കൊരിന്ത്യർ 10 അവർക്കത് ദൃഷ്ടാന്തരമായി സംഭവിച്ചു, ലോക അവസാനം വന്നിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി. പഴയ നിയമത്തിലെ പല സംഭവങ്ങളും യേശു ക്രിസ്തുവും എടുത്തു പറഞ്ഞു ബുദ്ധി ഉപദേശത്തിനായി. അതുപോലെ ആകരുത്, ഇല്ലയോ? 1 കൊരിന്ത്യർ 10 നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അവരെ പോലെ നിങ്ങൾ പെറുപെറുക്കരുത്, അവരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്, ബുദ്ധി ഉപദേശത്തിനായി ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷ പുസ്തകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പുസ്തകം വായിക്കുമ്പോൾ സ്തോത്രം മാക്സിമം ആൾക്കാർ വായിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിത ചരിത്രം അത് ശ്രദ്ധിക്കും. യേശു ചെയ്ത അത്ഭുതങ്ങൾ അത് ശ്രദ്ധിക്കും. അത്രയേ ഉള്ളൂ, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ അതോടൊപ്പം അവൻ്റെ അത്ഭുതങ്ങളെ പഠിക്കുമ്പോൾ അതോടൊപ്പം സ്തോത്രം അവൻ്റെ മരണം പുനരുത്ഥാനത്തെക്കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അതിപ്രധാനമായി പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ്. യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് പഠിക്കണം, അത് നമ്മൾ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം. ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു ഒത്തിരി കാര്യങ്ങളെ പഠിപ്പിച്ചു, ഇല്ലയോ? ഇനി സുവിശേഷം വായിക്കുമ്പോൾ അത്ഭുതങ്ങളെ നോക്കി പോകാതെ നിങ്ങൾ യേശു എന്ത് പഠിപ്പിച്ചു എന്ന് അവിടെ നിന്ന് നോട്ട് ചെയ്യണം. അതാ വേണ്ടത്, ഇല്ലയോ? ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ് അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ 2 യോഹന്നാൻ്റെ പുസ്തകത്തിൽ 2 യോഹന്നാൻ അതിൻ്റെ 9-10 വാക്യങ്ങളൊന്നും ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കാതെ കണ്ടോ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ ക്രിസ്തുവിന്റെ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവൻ എന്ത് ചെയ്യരുത്? വീട്ടിൽ കൈക്കൊള്ളരുത്. ഇന്നത്തെ കാലത്ത് കോലെടുത്തവനെല്ലാം ഇടയനായി.
കോലെടുത്തവനെല്ലാം ഇടയനല്ല. ചിലർക്ക് അറിയത്തില്ല ശുശ്രൂഷ എന്ന് വെച്ചാൽ എന്താ അറിയത്തില്ല. എന്താ ശുശ്രൂഷ എന്നറിയാതെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ചെയ്താൽ അതിനുള്ള ശിക്ഷാവിധികൾ ഞാൻ താഴോട്ട് പറയാം. വചനം കോട്ടിക്കളഞ്ഞാൽ, ശുശ്രൂഷയ്ക്ക് വിളിയില്ലാതെ ഇറങ്ങിയാൽ എന്തൊക്കെ ഉണ്ടാകുന്നുള്ളത് കർത്താവ് അനുവദിച്ചാൽ താഴോട്ട് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ 4 സുവിശേഷങ്ങൾ ഭാഗം ഒന്ന് വായിക്കാമല്ലോ. വായിച്ചു. അവന് കുശലം പറയുകയും അവനെ ക്രിസ്തുവിന്റെ ഉപദേശം ഇല്ലാതെ വരുന്നവനെ അവനെ കുശലം പറയുകയും വീട്ടിൽ കൈക്കൊള്ളുകയോ അവന് കുശലം പറയുകയോ അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. ആമേൻ. നിങ്ങൾ പോയി ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാം അവരുടെ ഷെയർ നിങ്ങൾക്ക് വന്നോളൂ. വലിയ പാടൊന്നുമില്ല. ഇല്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ആര്, ബ്രദർ ആര് എന്നുള്ളത് വ്യത്യാസം അറിയണം. വെള്ളം ഇട്ട ഉടനെ പാസ്റ്റർ അല്ല, ബൈബിൾ എടുത്താൽ ഉടനെ പാസ്റ്റർ അല്ല. ഇല്ലയോ? പാസ്റ്ററിനെ പാസ്റ്റർ എന്ന് വിളിക്കാവും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മീക പിതാവായിരിക്കുന്ന പാസ്റ്റർ ഗീവർഗീസ് അവർ ഒരിക്കൽ ഞങ്ങൾ ചർച്ചിൽ ഞാനിങ്ങനെ ചേർന്ന് പോകുന്ന സമയം ഒരു വ്യക്തിയുടെ കൈ പുള്ളിയുടെ ദേഹത്ത് തട്ടി. ആ കൈ തട്ടി അയാൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, സോറി ബ്രദർ. ദേവദാസൻ പറഞ്ഞു, ഞാൻ ബ്രദർ അല്ല പാസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ഞാൻ പഠിച്ചത്, പാസ്റ്ററുടെ സ്ഥാനത്ത് നിൽക്കണം, ബ്രദറുടെ സ്ഥാനത്ത് നിൽക്കണം. ഞാൻ ഈ കൺവെൻഷൻ നോട്ടീസിലൊക്കെ കാണാം, ഒരു പോസ്റ്ററിൽ ബ്രദറിനെന്നിരിക്കും, ഒരു ഇതിൽ പാസ്റ്റർ എന്നിരിക്കും, മറ്റൊന്നിൽ റെവറൻ്റ് എന്നിരിക്കും. ഈ റെവറൻ്റാന്നോ പാസ്റ്ററാന്നോ ഒരു പിടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ ക്രമമായി പഠിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓരോന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറിയ എല്ലാം തീർന്നു. ഒരു മാറ്റമില്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്ക് സമയം കടന്നു പോകുന്നല്ലോ. യേശു ഈ ലോകത്തിൻ്റെ രക്ഷകനായെന്ന് ആമേ സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറയുവാനിടയായി. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു ലോകത്തിൻ്റെ രക്ഷകനാ. ഇല്ലയോ? ക്രിസ്തുവിടെ മുമ്പിൽ ജാതിയോ മതമോ രാജ്യമോ നിറമോ ഇല്ലയോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. സർവ്വജനത്തെയും, ലോകത്തിൽ ജനിക്കുന്ന സർവ്വജനത്തിൻ്റെ രക്ഷയ്ക്കായി പിതാവാൽ അയക്കപ്പെട്ട ആമേ സ്തോത്രം ആ പുത്രനായ യേശു ക്രിസ്തു. യേശു രക്ഷകനാണ്. എന്താണ് രക്ഷ? നമ്മൾ ബൈബിളിലെ അതിപ്രധാനമായ വിഷയം, ബൈബിളിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ആമേ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമമായാലും പുതിയ നിയമമായാലും മൊത്തം ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ്. ആമേ ക്രിസ്തു യേശുവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ രക്ഷയാണ്. എന്താണ് രക്ഷ? എന്താണ് രക്ഷ? ആമേ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 77-ാം വാക്യം, എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ആമേ സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനായി നീ അവന് മുൻപായി നടക്കും. ആമേ. പാപമോചനം എന്ന രക്ഷ. പ്രൈസ് ദി ലോർഡ്. തമിഴിൽ അത് എഴുതിയിരിക്കുന്നത് പാപ മന്നിപ്പാകിയ രക്ഷിപ്പ്. പാപ മന്നിപ്പാകിയ രക്ഷിപ്പ്. ആമേ സ്തോത്രം. ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക, ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കുക, അതാ രക്ഷ. പാപം ചെയ്യുന്ന മനുഷ്യന് ശിക്ഷ ഉണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കും. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴും ആരെല്ലാം പാപം ചെയ്തുവോ ആമേ പാപം ചെയ്തവരെ ദൈവം ശിക്ഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവരെ വിറ്റുകളഞ്ഞു, ആമേ പ്രവാസത്തിലേക്ക് ദൈവം അയച്ചു എന്നൊക്കെ ശിക്ഷിച്ചതായിട്ട് കാണുവാൻ കഴിയും. പാപത്തിൻ്റെ ശമ്പളം മരണം. ആമേ റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ പാപമോചനം എന്ന ഒരു രക്ഷയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഇന്ന് രാത്രി ഹോളിൻ്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ആമേ പേരിൽ ക്രിസ്ത്യാനികളായിരിക്കാം, പള്ളിയിൽ പോകുന്നവരായിരിക്കാം. വാസ്തവത്തിൽ
നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മനസ്സിൻ്റെ മനസാക്ഷി സത്യമായി പറയുന്നുവോ, ഞാനൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്നവന് ശിക്ഷ ഉണ്ട് എന്ന് വേദപുസ്തകം പറയുമ്പോൾ, അതേ വേദപുസ്തകം തന്നെ പറയുന്നു, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷയുമില്ല. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. റോമാലേഖനം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ആർക്കില്ല? ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, ഓരോരോ ലംഘനത്തിനും ന്യായമായ പ്രതിഫലം അവർക്ക് ലഭിച്ചു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, ഇവിടെ ശ്രദ്ധിക്കണമേ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി തന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ഉപയോഗിക്കുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം വലിയവനാ, അതുപോലെ പറയുക രക്ഷ വലുതാ. ഇത്രയും വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എങ്ങനെ തെറ്റി ഒഴിയും? ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിയും? രക്ഷിക്കപ്പെടാത്തവന് ശിക്ഷ ഉണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഒരു ശീലം ഇതാ, പള്ളിയിൽ പോവുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക. ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നാൽ എന്തോ ഒരു വലിയ സംഭവം ചെയ്തു തീർത്ത പോലെ. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭയോട് ചേർന്ന് നിന്ന് ആത്മീകമായി ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ ശ്രമിക്കണം. ഞാൻ താഴോട്ട് ആ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? മനസ്സിൻ്റെ മനസ്സാക്ഷിയോട് നിങ്ങൾക്ക് പറയാമോ, ആമേൻ, ഞാൻ രക്ഷിക്കപ്പെട്ടു? ആരും കയ്യൊന്നും ഉയർത്തേണ്ട. കാര്യങ്ങൾ മനസ്സിലായി. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവിന് ഹൃദയം കൊടുത്ത് ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ട് കടന്നു പോകുക. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടാതെ വേറെ ഒറ്റ വഴിയുമില്ല. പിതാവ് പുത്രനെ അയച്ചത് മുടന്തന്മാർക്ക് അവരെ നടത്താൻ, മുടന്തന്മാരെ നടത്താനോ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനോ വീര്യപ്രവർത്തികൾ ചെയ്യാനോ അല്ല. ദൈവം ക്രിസ്തുവിനെ അയച്ചത് എന്തിനയച്ച്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം പുത്രനെ അയച്ചത് എന്തിനെന്നറിയാമോ? ഈ പുത്രനെ വിശ്വസിച്ച് ഈ പുത്രനിൽ കൂടിയുള്ള രക്ഷ അവർ പ്രാപിച്ച് നിത്യജീവനുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ധാരാളം വിഷയങ്ങളുണ്ട്, പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. ഏദേനിൽ നഷ്ടപ്പെട്ട സകല നന്മയും അനുഗ്രഹവും ക്രിസ്തു യേശുവിൽ കൂടി മനുഷ്യർക്ക് വീണ്ടും കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷെ ഇന്ന് ബൈബിളിക്കലായിട്ടുള്ള വിഷയങ്ങളെല്ലാം മറന്നു. ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോവുക, വരിക, അതോടെ തീർന്നു. ആത്മീകമായി വളരുന്ന അനുഭവങ്ങൾ ഇല്ലാതെ മുരടിച്ചു പോകുന്ന വിശ്വാസികളെ കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് ഇന്നൊരു അവസരം ഇതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഹീറോ വർഷിപ്പ് പോലെ ഡിനോമിനേഷനിൽ കൂടെ, ഞങ്ങളുടെ ഡിനോമിനേഷൻ്റെ പേര് പറയുമ്പോൾ അവർക്ക് ഭയങ്കര, യേശുവിനേക്കാൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആരെങ്കിലും ഡിനോമിനേഷനാണ്. ഒരു ഡിനോമിനേഷന്, ഞാൻ ഇന്നലെ ആദ്യത്തെ ദിവസമേ പറഞ്ഞു, നമുക്ക് ഡിനോമിനേഷൻ ഇല്ല. പക്ഷേ സത്യം വിട്ട് പോകരുത്, ഉപദേശം വിട്ട്
ഉപദേശം വിട്ടു പോകരുത്. അതിൻ്റെ കളി വേണ്ട. ഉപദേശം ദൈവത്തിൻ്റെയാണ്. പ്രൈസ് ദി ലോർഡ്. ഡിനോമിനേഷൻ എല്ലാം മനുഷ്യനുണ്ടാക്കിയ ഒരു ചട്ടക്കൂടാ, ഇല്ലയോ? നമ്മൾ ഇന്നലെ പഠിച്ച ജെരബയാം ചെയ്തതുപോലെ ജനം യെരുശലേമിലേക്ക് പോയാൽ അവരിനി മടങ്ങി വരത്തില്ല. അതുകൊണ്ട് 2 കാളക്കന്നിനെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു. നിങ്ങൾ യെരുശലേമിലേക്ക് പോണ്ട, ഇവിടെ പാടിയിരുന്നാൽ മതി. സത്യനമസ്കാരികളാകാതിരിപ്പാൻ, ജനം ക്രിസ്തുവെ കാണാതിരിപ്പാൻ എന്ന് പലവിധമായ ഡിനോമിനേഷനെ ഉയർത്തി. നമ്മളെവിടെയാ? ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ എൻ്റെ സഭയിലെ വിശ്വാസം, ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. ഉപദേശം തെറ്റിയാൽ എൻ്റെ പുറകെ നിന്നിട്ട് കാര്യമില്ല. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക, ക്രിസ്തുവിന് വേണ്ടി മാത്രം നിൽക്കുക. ഓക്കെ? അപ്പം എന്താണ് രക്ഷ? പാപമോചനമെന്ന രക്ഷ. എങ്ങനെ പാപമോചനം പ്രാപിക്കുവാൻ കഴിയും? എങ്ങനെ പാപമോചനം പ്രാപിക്കുവാൻ കഴിയും? പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ എന്താകും? ആമേൻ. ആ സദൃശ്യവാക്യം 28-ന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സദൃശ്യവാക്യം തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവർക്കോ കരുണ ലഭിക്കും. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കോ കരുണ ലഭിക്കും. ഒരു ചെറിയ പാപം മതി, ഒരു ചെറിയൊരു പാപം, ഒരു ചെറിയ തെറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതെന്തോ പറയാൻ, അങ്ങനെയല്ല. വളരെ പെർഫെക്റ്റ് ആകുക. ഒരു ചെറിയ തെറ്റായാലും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സഹോദരനോടോ ഒരു സഹോദരിയോടോ ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ യേശു പഠിപ്പിച്ചു. മത്തായി സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 22-23 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരന്മാരോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. പിന്നെ വന്ന് ആരാധിച്ചാ മതി, പിന്നെ വന്ന് വഴിപാട് അർപ്പിച്ചാ മതി. ഇപ്പൊ എല്ലാവരും ഉപദേശം ലിബറലാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം പോയി. അതുകൊണ്ട് ഇപ്പൊ സഭകളോ വിശ്വാസികൾക്കോ ക്വാളിറ്റി ഇല്ലയോ? ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി, ഈ നമ്പേഴ്സ് കൂട്ടിയാൽ മതി, ഇല്ലയോ? എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ അവിടെ വന്നാൽ മതി. അതല്ല സഭ, ഇല്ലയോ? മലയാളത്തിലെ ഈ വേദപുസ്തകത്തിന് നിങ്ങൾ പറയുന്നത് എന്തുവാ? പഴയ നിയമം, പുതിയ നിയമം. ഇത് നിയമമാ. ഇങ്ങനെ ഇരിക്കാവൂ, ഇങ്ങനെ ചെയ്യാവൂ, അത് നിയമമാ. ദൈവം തന്ന നിയമത്തെ തളർത്തിക്കളയുവാൻ മനുഷ്യർക്ക് ആര് അധികാരം കൊടുത്ത്? ദൈവം കൊടുത്ത നിയമത്തെ തളർത്തുവാൻ ആർക്ക് അധികാരമുണ്ട്? ഞാൻ താഴോട്ട് പറയാം. അങ്ങനെ തളർത്തുന്നവരുടെ അവസ്ഥ എന്താകും? നമുക്ക് സമയം പോയി, ഞാൻ വേഗത്തിൽ പോകട്ടെ. ആമേൻ, സ്തോത്രം. ആമേൻ. ആ നിയമങ്ങളൊന്നും നമുക്ക് തളർത്താൻ അധികാരമില്ല. ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ചിലർക്ക് ഇങ്ങനെ ഒരു പരിപാടിയാണ്. സഭയ്ക്ക് പോകും, വർഷങ്ങളായി പോകുന്നു, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. എന്തിനാ സ്നാനപ്പെടുന്നത്? പുതിയ നിയമത്തിലെ ഉപദേശങ്ങളാണ്. പുതിയ നിയമത്തിലെ സഭയുടെ അടിസ്ഥാന ഉപദേശമായി മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ മേശ, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പോസ്തലിക ഉപദേശം, 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്.
ബേസ. ഇത് ബേസ. ഇതുകൊണ്ട് പൂർണ്ണമായില്ല. സ്നാനപ്പെട്ടവടം പൂർണ്ണമാകത്തില്ല. എന്തിനാ സ്നാനപ്പെട്ടെന്നറിയാമോ? റോമാലേഖനം 6-ാം അധ്യായം. എന്തിനാ സ്നാനപ്പെടുന്നത്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ. യേശുക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. എന്തിനാ സ്നാനം? യേശുവോട് ചേരുവാൻ. വേദപുസ്തകത്തിലെ ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ, ഒറ്റ സ്നാനമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഓരോ ഡിനോമിനേഷനിലും വ്യത്യസ്തമായ സ്നാനങ്ങൾ, ഇല്ലയോ? ഹല്ലേലൂയ. തെളിച്ചാ മതി, കുളിച്ചാ മതി എന്ന് പറയുന്ന ഒത്തിരി പേര്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം അനുസരിച്ച് അത് നിവർത്തിച്ചാൽ എന്തുവാ? ഇല്ലയോ? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം അനുസരിച്ച് ചെയ്താൽ അതിനെന്തോ കാര്യം എന്തുവാ? അത് വേണ്ട, ഇഷ്ടം പോലെ ചെയ്യുക. ഈ സ്നാനം ആര് എവിടെ തീരുമാനിച്ചെന്നറിയാമോ? ഈ സ്നാനം ഏതെങ്കിലും ഡിനോമിനേഷൻ കണ്ടുപിടിച്ചതാണോ, അല്ലാതെ പെന്തക്കോസുകാരുടെ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിനോമിനേഷൻ ഉള്ളതാണോ? ഈ സ്നാനം എവിടം തീരുമാനിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ഞാനോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ പറയുകയാണ്, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ എന്നോട്. യോഹന്നാൻ പറയുക വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. ഇല്ലയോ? യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് യോഹന്നാനായിരുന്നു. ദൈവം യോഹന്നാനെ അയച്ചു. എന്തിനയച്ചു? വെള്ളം കൊണ്ട് സ്നാനം. അപ്പൊ സ്നാനം കൊടുക്കണം എന്ന് തീരുമാനിച്ചതാര്? സ്വർഗം, പിതാവ് തീരുമാനിച്ചു, പുത്രനെ അയച്ചു. അപ്പൊ സ്നാനപ്പെടാതെ ചുമ്മാ സഭയിൽ കൂടെ കറങ്ങി വരുന്നവർ ശ്രദ്ധിക്കണം. സ്നാനപ്പെട്ടില്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കാത്തവരായി തീരും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഇതുവരെ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെടുക. സ്നാനപ്പെടാനുള്ള യോഗ്യത ക്രിസ്തു യേശുള്ള വിശ്വാസത്താൽ മാനസാന്തരം. ക്രിസ്തു യേശുള്ള വിശ്വാസത്താൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെടരുത്. മാനസാന്തരപ്പെട്ടു വേണം സ്നാനപ്പെടാൻ, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ആരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു? മത്തായി സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യന്മാരാക്കി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ ആര് സ്നാനം ഏൽക്കണം? ശിഷ്യന്മാരായവരാ, ഇല്ലയോ? ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ദൗത്യം എന്തുവാ? ശിഷ്യന് 2 ദൗത്യം. 1 ഗുരുവിനെ അനുഗമിക്കുക, 2 ഗുരുവിൻ്റെ മാർഗം മറ്റുള്ളവരെ അറിയിക്കുക, ഇല്ലയോ? ലോകം വിട്ട് മറ്റെല്ലാ ചിന്തകളും വിട്ട് ഗുരുവിൻ്റെ മാർഗം. അങ്ങനെ ധാരാളം ഗുരുക്കളുണ്ടല്ലയോ? നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. യേശു ഒരു ഗുരുവാ, ഒരു ടീച്ചറാ. അപ്പോൾ ആ ടീച്ചറെ ഫോളോ ചെയ്യുക. യോഹന്നാൻ 10:27 പറയുന്നു, ആമേൻ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യും. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥനയിലും അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുകയും ചെയ്യണം. വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ എല്ലാ സ്ഥാനത്തിലും ഈ ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മലയാള വേദപുസ്തകത്തിലെ ഉപദേശം എന്ന് എഴുതിയിരിക്കുന്നത് ടീച്ചിങ്ങാണ്, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം കൈക്കൊള്ളണം. അപ്പോസ്തലന്മാരുടെ ഉപദേശവും അപ്പോസ്തലന്മാർ മാക്സിമം യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ് ബേസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനമെല്ലാം വായിക്കുമ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിലെ ഒത്തിരി കാര്യങ്ങൾ യാക്കോബ് എടുത്ത് അവിടെ എഴുതുന്നുണ്ട്, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം വേണം നമുക്ക് നയിക്കുവാൻ. എങ്ങനെയെങ്കിലും പേരിന് ക്രിസ്ത്യാനിയായിരുന്നിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അവസ്ഥ വേറെയാ. ബൈബിൾ മനസ്സിലാക്കാതെയും തോന്നും പോലെയൊക്കെ സഭയ്ക്ക് പോവുകയും
തോന്നിയാൽ കർത്തൃമേശ എടുക്കുകയും കർത്തൃമേശ ഉപേക്ഷയായി കരുതരുത്. പഴയ നിയമത്തിലെ പെസഹായാണ് പുതിയ നിയമത്തിലെ കർത്തൃമേശയായി മാറിയത്. പഴയ നിയമത്തിലെ ഒരു പെസഹ പോലും മുടക്കം വരുത്താൻ പാടില്ല. 1-ാം മാസത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ക്രമപ്രകാരം ആ വ്യക്തി 2-ാം മാസത്തിൽ അതിനെ നിവർത്തി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൂരദേശം പോകാതെയും അവൻ വിശുദ്ധനായിരുന്നിട്ട് ആ പെസഹ ഉപേക്ഷയായി കരുതിയാൽ ആ മനുഷ്യൻ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന പ്രമാണം പഴയ നിയമത്തിൽ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും. പഴയ നിയമം നിഴലിൽ അത്രയും ശിക്ഷയായിട്ടുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഒത്തിരി പേർ കർത്തൃമേശ എടുക്കുമ്പോൾ അതിൻ്റെ ക്രമപ്രകാരം എടുക്കണം, നിയമപ്രകാരം എടുക്കണം. 1 Corinthians 11-ാം അധ്യായത്തിലുണ്ട്, ഇല്ലേ, അയോഗ്യമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരം, അത് മലയാളത്തിലില്ല, ശരീരം ഇന്നതെന്ന് വിവേചിക്കാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ വേർഡ് എങ്ങനെ വരും? കർത്താവിൻ്റെ ശരീരം ഇന്നതെന്ന് വിവേചിക്കാത്തത് കൊണ്ട് തനിക്ക് തന്നെ ശിക്ഷാവിധി ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, സഭയുടെ അടിസ്ഥാന ഉപദേശമാകുന്ന മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കർത്തൃമേശ, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പോസ്തലന്മാരുടെ ഉപദേശം, 7 അടിസ്ഥാനങ്ങളും സ്തോത്രം നമുക്ക് ആവശ്യം. ഇതോടെ തീർന്നുവോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെട്ട മനുഷ്യനെ കർത്താവ് എവിടെ വെച്ചെന്നറിയാമോ? അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:47 വാക്യം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി എവിടെ ചേർത്തു? സഭയോട് ചേർത്തു. എന്തിനാണ് സഭ? എന്താണ് സഭ? പ്രൈസ് ദി ലോർഡ്. എന്താണ് സഭ? എന്തിനാണ് സഭ? ഒരു വലിയ സബ്ജക്റ്റാ. എങ്കിലും ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലരെ അപ്പോസ്തലന്മാരായും ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും എന്തിനു വേണ്ടി സഭയ്ക്കകത്ത് ദൈവം ശുശ്രൂഷയും ശുശ്രൂഷകന്മാരും വെച്ചു. പ്രൈസ് ദി ലോർഡ്. പല സഭകളും കോർപ്പറേറ്റ് കമ്പനി പോലെയായി. ഇൻകം എങ്ങനെ ഡെവലപ്പാക്കാം? ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കുക. ഒരു സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, സഭകൾ കോർപ്പറേറ്റ് കമ്പനി ആകരുത്. ഇൻകം വർദ്ധിക്കാനുള്ള സ്ഥലമല്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഉണർന്നില്ലെങ്കിൽ ഈ സത്യം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഇന്ന് തന്നെ സഭകൾ ക്ഷയിച്ച് തളർന്നു വീഴുന്ന ഒരു അവസ്ഥയിലായി. സത്യത്തിന് വേണ്ടി ആര് നിൽക്കും? ക്രിസ്തുവിന് വേണ്ടി ആര് നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ അല്പമെങ്കിലും ക്രിസ്തുവോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു സത്യ അന്വേഷിയായിട്ടെങ്കിലും മാറുക. ഇയാൾ എന്തോ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നെങ്കിലും ഒരു ചിന്ത ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ എന്തിനാണ് സഭ? എന്തിനാണ് ശുശ്രൂഷകന്മാർ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വേണം കേട്ടോ. യേശുവിനെ നമുക്കറിയാം, യേശുവിനെ അറിയാം. ഇനിയും യേശുവിനെ അറിയണം. എന്തുകൊണ്ട്? യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചവനായ പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചില്ലെങ്കിൽ, കൂടുതലായി ദൈവത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അവൻ ദുർപ്രവർത്തിക്കാരനായി പോകും, ദുർസ്വഭാവമുള്ളവനായി മാറിപ്പോകും. എവിടെയുണ്ട്? റോമാലേഖനം 1-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം,
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? ദൈവത്തെ അറിയാൻ അവർക്ക് മനസ്സ് ഇല്ലാത്ത. അതിന്റെ താഴോട്ട് വായിച്ചാൽ 23 ടൈപ്പായ ക്യാരക്ടറെ കുറിച്ച് എഴുതുക. മനുഷ്യന്റെ മോശമായ സ്വഭാവം, മനുഷ്യന്റെ 23 ടൈപ്പായ ബാഡ് ക്യാരക്ടറെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തെ അറിയാത്തവന് അവൻ മോശമായ ക്യാരക്ടർ ഉണ്ടാകും. ദൈവത്തോട് അടുത്തു വരുമ്പോഴാ, രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് അടുത്തു വരുമ്പോൾ അവൻ പുതിയ മനുഷ്യനും പുതിയ സ്വഭാവമുള്ളവനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അത് നാം എല്ലാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനും വായിച്ചാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോളം വിശുദ്ധന്മാരുടെ ക്രിസ്തുവിന്റെ സമ്പൂർണതമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ആത്മീക വർധന, സഭയുടെ ആത്മീക വായിക്കാൻ താഴോട്ട്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിക്കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ട്. കണ്ടോ, ഇനി നാം ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ട്, സത്യം അനുസരിച്ചുകൊണ്ട്. അങ്ങനെയാ സംസാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹത്തോട് വചനം പഠിച്ച, വചനം അനുസരിച്ച ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. എന്തോ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. എന്തിനാണ് സഭ? ഒരു വിശ്വാസി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ആത്മീകമായ പൂർണ്ണമായ വളർച്ച പ്രാപിക്കുവാൻ, സഭയ്ക്കകത്ത് ഉറച്ചു നിലനിൽക്കുന്നവൻ മാത്രമേ ക്രിസ്തുവിൽ വളരുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സഭയിൽ നൽകുന്ന നല്ല ശുശ്രൂഷയാണ് ഒരു വിശ്വാസിയെ ആത്മീകമായി വളർത്തുവാനിടയാകുന്നത്. നമുക്ക് വളരെയും വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുക വരിക, അങ്ങനെയല്ല. എന്താണ് സഭ? ഞാൻ എവിടെ നിന്ന് വളരണമെന്നുള്ളത് വചനപ്രകാരം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ 7 അടിസ്ഥാനത്തിൻ്റെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, അടുത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എബ്രായലേഖനം 6-ാം അധ്യായം, എബ്രായലേഖനം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ആദ്യം ആ ഫൗണ്ടേഷനിലല്ല നിൽക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തമിഴിൽ അത് എഴുതിയിരിക്കുന്നത് പൂർണ്ണരാകുമ്പടി കടന്നു പോവുമാക, ഈ സ്റ്റേജ് വിട്ട് കഴിഞ്ഞു പോകണമെന്ന, മുമ്പോട്ട് പോകണമെന്ന ഈ പഴയ അടിസ്ഥാനങ്ങൾ. ഇത് അടിസ്ഥാനമാ. അവിടെ എന്തോ പറയുന്നു? ഈ അടിസ്ഥാനം പിന്നെയും പിന്നെയും ഇടാതെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് വീണ്ടും ജനനത്തിലാണ്. യോഹന്നാൻ 3:3, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല? കടക്കുകയില്ല. ഒരു ശിശുവായി ദൈവത്തിൽ, കർത്താവിലൊരു ശിശുവായി ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച കുഞ്ഞ് വളരണം. ജനിച്ച കുഞ്ഞ് എന്ത് ചെയ്യണം? വളരണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാ നമ്മൾ എഫേസ്യർ 4-ാം അധ്യായത്തിൽ പഠിച്ചത്, അവർ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന്. ക്രിസ്തു എന്ന തലയോളം. അപ്പോൾ വീണ്ടും ജനനത്തിൽ തുടങ്ങി
അവൻ ക്രിസ്തു എന്ന തലയോളം വളരുന്നു. എബേസ്യർ 6:10 പറയുന്നു, നിങ്ങൾ കർത്താവിലും അവൻ്റെ അമൃത ബലത്തിലും ശക്തി പ്രാപിക്കും. അപ്പോൾ ജനിച്ചു, വളർന്നു, ശക്തി പ്രാപിച്ചു. ആമേൻ. നാലാമത്തത് പൂർണ്ണരാകുക. നാലാമത് എന്ത് ചെയ്യണം? പൂർണ്ണ. ആമേൻ. മത്തായി സുവിശേഷം 5:48 ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. നിങ്ങളും സൽഗുണപൂർണൻ ആകണം. അപ്പോൾ ആമേൻ. ജനനം, വളരുന്നത്, ശക്തി പ്രാപിക്കുന്നത്, പൂർണ്ണരാകുക. മനസ്സിലാവുന്നുണ്ടോ? ഈ കാഴ്ചപ്പാടുണ്ടോ? ഈ കാഴ്ചപ്പാടുണ്ടോ? 4 വിഷയം ഇല്ലയോ? പൂർണ്ണരാകുക. രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്ന് കഴിഞ്ഞാൽ ദൈവമക്കൾ വിശുദ്ധ ജീവിതം ഉള്ളവരായിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12:14 നമ്മൾ വായിക്കുന്നു. ആമേൻ. സ്തോത്രം. വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തോട് അടുക്കുവാൻ കഴിയും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും കർത്താവിനെ. പ്രൈസ് ദി ലോർഡ്. ഇത് വല്ലതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് നമ്മൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? നിയമപുസ്തകം പഠിച്ചേ മതിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പഠിക്കണം, വായിച്ച് പഠിക്കണം. നിങ്ങളുടെ പാസ്റ്റർമാരോട് ചോദിക്കുക. സപ്പോസ് അവരാരും പഠിപ്പിക്കുന്നില്ലെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞാൽ, പാസ്റ്റർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ പഠിപ്പിക്കാം. ഫ്രീ, ഒരു ചെലവുമില്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കാം. ആർക്കെങ്കിലും അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടോ, ബേസ് ഇപ്പം എല്ലാം അങ്ങ് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇല്ലയോ? കുറേ നിങ്ങൾക്ക് ബൈബിൾ മനസ്സിലാക്കുന്ന നിലയിലുള്ള ബേസ് പഠിപ്പിക്കാം. അത് ഫ്രീ ആയിട്ട്. അങ്ങനെ താല്പര്യമുള്ളവർ ഇവിടെ ബാക്കിൽ സുധീർ ബ്രദറുണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്ന ആ പുസ്തകത്തിൽ ആ നോട്ടിൽ ഫ്രണ്ടിലൊരു ഫോൺ നമ്പറുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആമേൻ. സ്തോത്രം. ആൾ പിടിക്കാനുള്ളതല്ല, എല്ലാവരും വചനം പഠിക്കും. ഞങ്ങളുടെ ഇതാ. കാരണം എല്ലായിടത്തും കൺവെൻഷനുണ്ട്, എല്ലായിടത്തും ഉപവാസ പ്രാർത്ഥനയുണ്ട്, പഠിപ്പിക്കാൻ ആളില്ല. അപ്പം നമുക്ക് താഴെയുള്ള കാര്യം ചെയ്താൽ മതി. മുകളിൽ ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്. വലിയ വലിയ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി കഴിവുള്ളവരുണ്ട്. അതൊക്കെ മതി. പക്ഷെ താഴെ നമ്മൾ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ പഠിക്കുക. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇല്ല സബ്ജക്റ്റ് വേണമെങ്കിലും പഠിപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സമയം പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക എഴുതിയ ലേഖനം 4:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരുടെ കയ്യിലെങ്കിലും ഇംഗ്ലീഷ് വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ ആദ്യത്തെ ഒരു വാക്യം വായിച്ചാൽ നല്ലതായിരുന്നു. ഉണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഫൈനലി ബ്രദേഴ്സ്, we instruct you how to live. നമ്മളിങ്ങനെ വേദപുസ്തകത്തിലെ വിശുദ്ധ ജീവിതത്തിന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് നടപ്പ്. തമിഴിലും മലയാളത്തിലും അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, നടപ്പ് ഇല്ലയോ? ഫൈനലി ബ്രദേഴ്സ്, we instruct you, ഞങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നു, how to live in order to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ ജീവിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിൻ്റെ 12 വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ദൈവം നമ്മെ വിശുദ്ധിക്കാണ് വിളിച്ചത്. ഉദാസ്യമായി കരുതുന്നവൻ ദൈവത്തെ കരുതുന്നു, അവന് ശിക്ഷാവിധി ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോളി ലൈഫ് നമുക്ക് വളരെ ആവശ്യമാണ്. രണ്ടാമത് സൽപ്രവൃത്തി ഉള്ളവരായിരിക്കണം.
ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് സമയം പോകുന്നു. സൽപ്രവൃത്തി ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയെന്നറിയാമോ? തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു, കണ്ടോ, സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. എന്തിനാ കാൽവരി ക്രൂശിൽ യേശു മരിച്ചെന്നറിയാമോ? സൽപ്രവൃത്തിക്ക് ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കേണ്ടതിന്, സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ഇല്ലയോ? വേദപുസ്തകത്തിലെ ഒരു വലിയ സബ്ജക്റ്റാണ് സൽപ്രവൃത്തി. 1-2 വാക്യം മാത്രം ഞാൻ വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5-ന്റെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിലെത്തിരി വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നത്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. അവിടെ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ സൽപ്രവൃത്തിയാണ്. ഇല്ലയോ? നാം നമ്മുടെ സഭയാകുന്ന ദേശം, നാം പാർക്കുന്ന ദേശത്തിൽ ഒരു നല്ല സൽപ്രവൃത്തിക്കാരായിരിക്കണം. നമുക്കൊരു നല്ല സാക്ഷ്യമുള്ളൊരു ജീവിതമായിരിക്കണം. ഇല്ലയോ? നിസ്സാര കാര്യങ്ങൾക്ക് 100-500 രൂപയ്ക്ക് വഴക്കുണ്ടാക്കി ചീത്ത വിളിച്ച് ഉടനെ മറ്റുള്ളവരെന്ന് ഇവൻ പെന്തക്കോസാണ്, ഇവർ വിശ്വാസിയാണ്, ഇല്ലയോ, ഇവനൊരു പാസ്റ്ററാണോ, ഇല്ലയോ, ഉടനെ അവർ പറയും നിന്റെ പാസ്റ്റർ ഇതൊക്കെയാണോ പഠിപ്പിച്ചേ? എവിടെ പഠിക്കുക? ആര് പഠിപ്പിക്കുന്നു? ഇല്ലയോ? പ്രസംഗം വേറെ, പഠിപ്പിക്കുക. പ്രീച്ചിങ് വേറെ, ടീച്ചിങ് വേറെ. രണ്ടാ. സഭയ്ക്കകത്ത് ടീച്ചിങ് ഉണ്ടാകണം. കഴിവുള്ള പാസ്റ്റേഴ്സ് അത് പഠിപ്പിക്കണം. സഭയിലെ ടീച്ചിങ് മസ്റ്റാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 5 ശുശ്രൂഷകളിൽ 1 ടീച്ചറാ. അവസാനം യേശു കൊടുത്ത 2 കൽപ്പന മത്തായി സുവിശേഷം 28-ന്റെ 18, 19, 20 വാക്യങ്ങളിൽ. അതിൻ്റെ സ്തോത്രം 19-ാം വാക്യത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. കണ്ടോ അവിടെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉപദേശിച്ചും കൊണ്ട് അതെന്തോ ഒരു സംഭവം പോലെ. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ ടീച്ച് ദം ടു ഒബേ, ടീച്ച് ദം ടു, അവരെ അനുസരിപ്പാൻ തക്കവണ്ണം പഠിപ്പിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു 500 രൂപയുടെ നോട്ടിൻ്റെ പകുതി ഭാഗം പ്രിന്റ് ആയാൽ 250-ന്റെ വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു നോട്ട് വാല്യൂ ഉണ്ടാക്കണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഡബിൾ സൈഡും ഇവിടെ ഡബിൾ സൈഡ്. 1 സ്നാനം, 1 പഠിക്കുക. ശിഷ്യന്മാരോട് കൽപ്പിച്ചു സ്നാനപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണം. നമുക്ക് വിശ്വാസികൾ സ്നാനപ്പെടുകയും പഠിക്കുകയും ചെയ്യണം. എവിടെ വചനം പഠിച്ചു? ആര് പഠിപ്പിച്ചു? സ്വന്തമായി പഠിച്ചു. സ്വന്തമായി പഠിക്കുകയല്ല, ബൈബിൾ പഠിക്കാൻ ചില ബേസ് ഉണ്ട്. ബേസ് അറിഞ്ഞാലേ നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ആമേൻ. ഒരു വാക്യം കൂടി, റോമാലേഖനം 2-ാം അധ്യായം 7. ഒത്തിരി വിഷയങ്ങളുണ്ട്. റോമാലേഖനം 2-7. നിത്യജീവൻ പ്രാപിക്കുവാൻ സൽപ്രവൃത്തി അതിപ്രധാനം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന, കണ്ടോ, നല്ല പ്രവൃത്തിക്ക് വേണ്ടതായ സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ആർക്ക് നിത്യജീവൻ? പള്ളിയിൽ മുടങ്ങാതെ പോകുന്നവനാണോ? പള്ളിയിൽ മുടങ്ങാതെ പോയിട്ട് ഈ ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തോ കാര്യം? വചനം പഠിക്കുമ്പോൾ ഇത് എന്നിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ചിലർ വിചാരിക്കും ഇങ്ങനെ പള്ളിയിൽ പോയാൽ മതി, കാഴ്ച കൊടുത്താൽ മതി, ഒരു നേർച്ച നീന്നാൽ മതി, ഇല്ലയോ, ഉപവസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ലാത്ത ഉപവാസങ്ങളും വല്ലാത്ത പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല. അറിയാമോ? സംശയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആര് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന നിയമമുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം വീട്ടിൽ വായിച്ചു നോക്കിയാൽ മതി. വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല. വല്ലാതെ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന ദൈവത്തിന്
എല്ലാ പ്രാർത്ഥനയും കേൾക്കത്തില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കണമെങ്കിൽ തന്നെ അതിനൊരു യോഗ്യത വേണം. ഓക്കെ, അപ്പോൾ സൽപ്രവൃത്തി മസ്റ്റാണ്, വിശുദ്ധ ജീവിതം മസ്റ്റാണ്, സൽപ്രവൃത്തി മസ്റ്റാണ്. മൂന്നാമത് റോമാലേഖനം 6-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. വായിക്കാം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അവയവങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ അവയവങ്ങൾ കൊണ്ട് എങ്ങനെ പാപം ചെയ്തുവോ അതുപോലെ പാപം വിട്ടൊഴിഞ്ഞ് നമ്മുടെ അവയവങ്ങൾ നീതി ചെയ്യുന്ന അവയവങ്ങളായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നീതി ചെയ്യണം. 1 പത്രോസ് 2:24 വാക്യം. 1 പത്രോസ് 2:24 വാക്യം. മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, പാപസംബന്ധമായി മരിച്ചിട്ട് നാം നീതിക്ക് എന്ത് ചെയ്യണം? ജീവിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. ഈ സ്നാനപ്പെടുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, സ്നാനത്താൽ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു. വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഒരു പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തോട് പുതിയ മനുഷ്യനായി വരിക, ഇല്ലയോ? ഒരടക്കവും ഒരു പുനരുദ്ധാനം അവിടെ ഉണ്ട്. അതുപോലെ പാപത്തിന് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും ചെയ്യണം. ഈ വിശുദ്ധിയിൽ നിലനിൽക്കണമെങ്കിൽ നീതി അറിയാത്തവർക്ക് വിശുദ്ധി നിൽക്കാൻ പറ്റത്തില്ല. അറിയാമോ? നീതി ഒരു വലിയ സബ്ജക്റ്റാണ്. ബൈബിളിലെ അത്ഭുതമായ ഒരു സബ്ജക്റ്റാണ് നീതി. യേശു പറഞ്ഞു മത്തായി സുവിശേഷം 6:33, ഒന്നാമത് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഒന്നാമത് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. വലിയൊരു സബ്ജക്റ്റാണ്. വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3:10 വാക്യം. 1 യോഹന്നാൻ 3:10 വാക്യം. നീതിയെക്കുറിച്ച് വേദപുസ്തകം ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ, ശ്രദ്ധിക്കുക, നീതി പ്രവർത്തിക്കാത്തവനും ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. മനസ്സിലായോ? നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല. ശരിക്കും നമ്മൾ പഠിച്ചാൽ ഇതൊരു വട്ടപൂജ്യം പോലും നമുക്ക് മാർക്കിടാൻ യോഗ്യത നമുക്ക് കാണത്തില്ല. പിന്നെ നമ്മൾ അതൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അങ്ങ് പോവുക, ഹായായിട്ട് പോവുക. വചനം പഠിച്ചാൽ ഇരുന്ന് കറങ്ങിപ്പോവും. ശ്രദ്ധിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ശിക്ഷയ്ക്ക് പോകാതെ ഇപ്പോൾ പഠിച്ച് ഗുണപ്പെട്ടാൽ നല്ലതാണ്, ഇല്ലയോ? എല്ലാവരെയും ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ മറ്റുള്ളവരെ. 2 കൽപ്പന. ഓക്കെ, അത് കൂടി തീർന്നു. നീതി പ്രവർത്തിക്കണം. എവിടെ നീതി പഠിപ്പിക്കുന്നു? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നീതി പഠിപ്പിച്ചിട്ടുണ്ടോ? ദൈവവചനം എന്തിനാണ്? 2 തീമോഥെയോസ് 3:16-17 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അവ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും. സഭയ്ക്കകത്ത് നീതി അഭ്യാസം ഉണ്ടോ? നമുക്ക് വല്ലതും നീതിയെക്കുറിച്ച് അറിയാമോ? നീതി ചെയ്തില്ലെങ്കിൽ വീണ്ടും പാപത്തിലേക്ക് വീണു പോകും. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 5:17 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 5:17 സകല അനീതിയും പാപമാണ്. പാപത്തിൻ്റെ മറ്റൊരു പേരാണ് എന്തുവാ? അനീതി. നീതി ചെയ്യാൻ പഠിക്കണം. അപ്പോൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജീവിതം, സൽപ്രവൃത്തി, ഇല്ലയോ? നീതി. അതോടെ വചനങ്ങൾ വായിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള നല്ല ക്വാളിറ്റിയുള്ള
ദൈവമക്കളായിരിക്കണം. ഞാൻ സമയം പോയതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അത് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വചനം മറിച്ച് കളഞ്ഞാൽ, ഉപദേശങ്ങളെ കോട്ടിക്കളഞ്ഞാൽ, വചനം തിരിച്ചു പഠിച്ചാൽ എന്ത് സംഭവിക്കും? വേഗത്തിൽ 1-2 വാക്യങ്ങളെ ഞാൻ കാണിക്കാം. സ്തോത്രം. വചനം മറിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ അത് തിരിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 പത്രോസ് ലേഖനം 2 പത്രോസ് 3:16-17 വാക്യങ്ങൾ. 2 പത്രോസ് 3:16-17 വാക്യം. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അവരുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. തിരുവചനം കോട്ടിയാൽ അവന് നാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് ആരെയും കുറ്റം പറയാനല്ല, നമ്മൾ അങ്ങനെ കോട്ടുവാനിടയാകരുത്. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു, ഇനി വചനം കോട്ടാതെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇല്ലയോ? ചങ്ക് കൊടുത്താലും സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. ഇല്ലയോ? ഡിനോമിനേഷനിൽ നിന്ന് അതിനു വേണ്ടിയല്ല, പാസ്റ്റർക്ക് വേണ്ടിയല്ല, അയൽക്കാർക്ക് വേണ്ടിയല്ല. ചിലരെ സ്നാനപ്പെടാത്തത് അങ്ങനെ, അയൽക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും? അങ്ങനെയല്ല. യേശുവിന് വേണ്ടി പരസ്യമായി നിൽക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോൾ നാശത്തിനായി വചനം കോട്ടുക. ഇല്ലയോ? വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 18-19 വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, ഈ വചനത്തോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. എന്താ വരുത്തും? ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ അവന്റെ മേൽ വരുത്തും. ഇല്ലയോ? എഴുതിയത് ദൈവമാ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, എല്ലാം ദൈവസ്വാസികമാണ്, ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെഴുതിയത്. വായിച്ചാട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം. ലൂക്കോസ് 7:30. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അത് തമിഴിലൊന്ന് വായിക്കാം. பரிசேரும் நியாயசாஸ்திரிகளுமோ அவனாலே ஞானஸ்நானம் பெறாமல் தங்களுக்கு கேடு உண்டாக தேவனுடைய ஆலோசனை தள்ளிவிட்டார்கள். എന്തോ? തങ്ങൾക്ക് കേടുണ്ടാക്ക. സ്നാനം ഒരു ദൈവാലോചനയാ, സ്നാനം ഒരു ദൈവകൽപ്പനയാ. എല്ലാം ഡീപ്പായി പഠിപ്പിക്കാനൊന്നും സമയമില്ലല്ലോ. സ്തോത്രം. പഠിക്കണം, എല്ലാം പഠിക്കണം. എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും എല്ലാം അറിയണം. ഇത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല വേദപുസ്തകം, എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ ഇനിയും ഗലാത്യ ലേഖനം ശ്രദ്ധിച്ച് വായിക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം. വളരെ പ്രധാനമായ വിഷയം. അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, അത് വീണ്ടും ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മാറ്റി സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വചനം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രസംഗിക്കണം. എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് തുറന്ന് വായിക്കാം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലൊരു സംഭവം പഴയ നിയമത്തിലുണ്ട്. അറിയാമോ? യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തില്
ഈ യെരിഹോ പണിയുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകനും അവൻ്റെ വാതിൽ വയ്ക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും എന്ത് ചെയ്യും? മരിച്ചു പോകും. യോശുവയുടെ കാലത്ത് പറഞ്ഞത്, രാജാക്കന്മാരുടെ കാലത്ത് ഈയേൽ എന്നൊരു രാജാവ് എഴുന്നേറ്റ് പണിതു. കണക്ക് നോക്കിയ ഏകദേശം 500 വർഷത്തിന് ശേഷം, ആമേൻ, 500 വർഷം വരെ ആ ശാപം സൈലൻ്റായിട്ട് നിന്നു. അത് ചെയ്തപ്പോൾ അത് ഫലിച്ചു. സുവിശേഷം മാറ്റി പറയരുത്, വചനങ്ങൾ തെറ്റായി പഠിപ്പിക്കരുത്, ഇല്ലയോ? അതുകൊണ്ടാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. എന്തോ കണ്ടോ? അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശികളാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ദൈവവചനം നന്നായി പഠിച്ച് ഗ്രഹിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നല്ലൊരു ബോധം നമുക്ക് വേണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സമയത്തെ കടത്തി വിട്ടാൽ നമ്മൾ കണക്ക് കൊടുക്കണം. ഓക്കെ, ഒരു വാക്യം കൂടി വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. റോമാലേഖനം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന് സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അനീതി കൊണ്ട് സത്യത്തെ മറച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വരും. വചനം മറിച്ചാൽ കോപം വരും, ശാപം വരും, ഇല്ലേ? അവർക്ക് നാശം സംഭവിക്കും. ദൈവം അവരുടെ മേൽ ആ വാത് അയക്കും. അപ്പോൾ ദൈവവചനം മറിച്ച് കളയരുത് എന്നുള്ളത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. അവസാനമായി വേദപുസ്തകം നമുക്ക് പഠിക്കേണ്ട 3 ലെവലെ കുറിച്ച് ഞാൻ പറയും. ഒന്ന്, വേദപുസ്തകം നന്നായി വായിക്കണം. യെശയ്യാപ്രവചനം 34-ന്റെ 16-ാം വാക്യം. യെശയ്യാപ്രവചനം 34-ന്റെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. ആമേൻ. യഹോവയുടെ പുസ്തകത്തെ നന്നായിട്ട് അന്വേഷിച്ച് എന്ത് ചെയ്യണം? വായിച്ചു നോക്കുവീൻ. നന്നായിട്ട് വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പ് നന്നായി വായിക്കണം. നന്നായി വായിച്ച് നല്ല ശീലമുള്ളവരായിരിക്കണം. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിലെ അതിൻ്റെ 19-20 വാക്യങ്ങൾ. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം. ആദ്യത്തെ ലെവൽ എന്നുള്ളത് നന്നായി വായിക്കുക. നന്നായി എന്ത് വേണം? വായിക്കണം. വായനയൊക്കെ കുറവാ. വേദപുസ്തകം വായിക്കണം. ഈ സഭകളിലൊക്കെ നമ്മൾ സെല്ല് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. സെല്ല് ഒരു യാത്ര പോകുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ സെല്ല് കിടപ്പുണ്ട്, 3-4 ബൈബിൾ കിടപ്പുണ്ട്, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ. അപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. പോകുന്ന വഴിക്ക് നോക്കാം, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ആരാധന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ ബൈബിൾ യൂസ് ചെയ്താൽ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ, ബൈബിള് 2 ഡിവിഷന്, രണ്ട് സൈഡാണ്. ഓരോ സൈഡ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച് ശീലമുള്ളവർക്കറിയാം ചില വാക്യങ്ങൾ ഇല്ല, വലതുവശം അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ ടോപ്പിൽ വരും ഈ വാക്യം, നമുക്ക് ആ ഓർമ്മ നിൽക്കും ഇല്ലയോ. അല്ലെങ്കിൽ ഇടതുവശം ഇല്ലയോ, ഇടത് ഭാഗത്ത് ഏറ്റവും താഴെ വരും, നമുക്ക് ആ ഓർമ്മ നിൽക്കും വാക്യം. നമുക്ക് ആ ഏരിയയിൽ വരുമ്പോൾ ആ വചനം കണ്ടുപിടിക്കാൻ പറ്റും, മൊബൈലിൽ പറ്റത്തില്ല ഇല്ലയോ. അല്ലെങ്കിലും നമുക്ക് ബൈബിൾ യൂസ് ചെയ്താണ് ഏറ്റവും നല്ലത് ആരാധനയ്ക്കൊക്കെ. അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുന്നതിൽ സഭയിൽ അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ വിഷയം, 1 നന്നായിട്ട് വായിക്കുക, 2 യോഹന്നാന്റെ സുവിശേഷം
5-ാം അധ്യായം 39-ാം വാക്യം. രണ്ടാമത്തെ ലെവൽ ഇതാണ്. യോഹന്നാൻ 5:30. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. തിരുവെഴുത്തുകൾ എന്ത് ചെയ്യണം? ആദ്യം നന്നായി വായിക്കുക. നന്നായി വായിച്ച് ശീലമുള്ളവർക്ക് വചനം ശോധന ചെയ്യുവാൻ കഴിയും. ശോധന ചെയ്ത് പഠിക്കുവാൻ കഴിയും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു കണക്ഷനുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, ഇല്ലയോ? ഓരോന്നും പഠിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള വാക്യം ഇതോട് ചേർന്ന് നിൽക്കുന്ന ഏത് ശോധന ചെയ്യുക, ഇല്ലയോ? ഇത് മാച്ചാകുമോ? നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോയാൽ ചെരുപ്പ് എടുത്ത് താഴെ ഇട്ടിട്ട് നമ്മുടെ കാലിലൊക്കെ ഇട്ടൊന്ന് ശോധന ചെയ്യുക, സെറ്റാകുമോ, ഇല്ലയോ? സഹോദരിമാർ സാരിക്ക് ബ്ലൗസ് എടുക്കാൻ പോകുമ്പോൾ അത് 2 കളർ എടുത്ത് വെച്ച് മാച്ചാകുമോ? ശോധന ചെയ്യും, ഇല്ലയോ? 2 വാക്യം പഴയ നിയമത്തിലെയും പുതിയ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചല്ലോ, സ്ത്രീയുടെ സന്തതി. ഗലാത്യ ലേഖനം 4:4, ഇല്ലയോ? കാലം സമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അപ്പോൾ ആ വാക്യത്തിന് ഈ വാക്യത്തിന് എന്തുകൊണ്ട്, ഇല്ലയോ? ഉൽപ്പത്തിയിൽ നിന്ന് പഠിച്ചു വരും, പിന്നെ അത് മറന്നു വരും പുറകെ. പണ്ടത്തെ ഓലപ്പാ ചുരുട്ടിയതുപോലെ. പഴയ ഓലപ്പ അറിയാമോ, ഇല്ലയോ? ഇങ്ങനെ അങ്ങനെ നൂത്തിട്ട് പോകുമ്പോൾ പുറകെ നിന്ന് ചുരുട്ട് വരും, പിന്നെ ഇങ്ങോട്ട് നൂത്തിട്ട് പോകുമ്പോൾ അത് ഇവിടെ നിന്ന് ചുരുട്ട് വരും. അപ്പോൾ ഉൽപ്പത്തിയിൽ നിന്ന് പഠിച്ചു വെളിപ്പാട് പോകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മറക്കും. പിന്നെയും ഉൽപ്പത്തി വന്നിട്ട് പിന്നെയും ഇങ്ങോട്ട് പഠിക്കുക, ബാക്കി പുറകോട്ട് മറന്നു വരിക. അങ്ങനെയല്ല, നന്നായിട്ട് ഗ്രഹിച്ച് വേദപുസ്തകം വായിക്കുക. മൂന്നാമത്തെ ലെവൽ എന്നുള്ളത് 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം സങ്കീർത്തനം 1-2 വാക്യം. 1-ാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. വായിക്കുക, ശോധന ചെയ്യുക, ധ്യാനിക്കുക. വായിച്ച് അങ്ങനെ സമയം കളയല്ല, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. വായിക്കുക, ശോധന ചെയ്യുക, ധ്യാനിക്കുക. 39-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തും, ഇല്ലയോ? ധ്യാനത്തെങ്കിൽ തീ കത്തും. വേദപുസ്തകം നന്നായി ധ്യാനിക്കുക. 1-ാം സങ്കീർത്തനത്തിലെ ആ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കഴിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. നമ്മൾ കാര്യസാധ്യതയ്ക്ക് എന്തോ ചെയ്യുന്ന അറിയാം? പ്രാർത്ഥിക്കും, ഉപവസിച്ച് ബന്ധനങ്ങളൊക്കെ ഉടച്ച്. ഭയങ്കര കൃപയാ. എന്തോ ബന്ധനങ്ങൾ ഉടയ്ക്കുന്ന അറിയാൻ വയ്യ. ബന്ധനങ്ങളൊക്കെ ആടിച്ച് നുറുക്കി. ഇടയ്ക്ക് ഒരാളിനോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ആത്മീക മണ്ഡലത്തിലേറി അങ്ങ് വെട്ടി വീഴ്ത്തി തകർത്ത. ഭയങ്കര കേട്ടിട്ട് കാണാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷെ ബൈബിളിക്കലല്ല അത്. ഹല്ലേലൂയ. പുള്ളി ചോദിച്ച വാക്ക് ആത്മീക മണ്ഡലത്തിലേറി പടവെട്ടിയെന്ന്, ഇല്ലയോ? ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചു പാസ്റ്ററെ, ദൂതന്മാരോട് കൽപ്പിച്ച് യുദ്ധം നിർത്തി എന്നാണ്. ദൂതന്മാരോട് കൽപ്പിച്ച് യുദ്ധം നിർത്തി. എന്തോ പറയാനാ മനുഷ്യനോട്. ഇപ്പം അങ്ങനെ കുറേ ആൾക്കാർ ആത്മീക മണ്ഡലം തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറിയ പോലെ വലിയ മണ്ഡലത്തിൽ കയറുക. വചനം ശരിക്കും പഠിച്ച വചനം അനുസരിച്ചോളം. തെറ്റുകൾ പഠിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നാശം സംഭവിക്കും, ഇല്ലയോ? അങ്ങനെ ഒരു നാശം സംഭവിച്ചാൽ ആര് പ്രാർത്ഥിച്ചാലും ഗുണപ്പെടത്തില്ല, വിടുതലില്ല. ദൈവവചനത്തിന് വിരുദ്ധമായി ചെയ്യരുത്. ഓക്കെ? അപ്പൊ ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുക, ശോധന ചെയ്യുക, ധ്യാനിക്കുക. ഓക്കെ, ബൈബിൾ പഠിക്കുന്നവർ ബൈബിൾ വായിക്കുക. ബൈബിൾ വാങ്ങാം, റെഫറൻസ് ബൈബിൾ യൂസ് ചെയ്യാം, കൺകോർഡൻസ് യൂസ് ചെയ്യാം, അറ്റ്ലസ് യൂസ് ചെയ്യാം, നോട്ട്ബുക്ക് വേണം, നോട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഓലപ്പാ ചുരുട്ടിയതുപോലെ ഒരു വശത്ത് പഠിച്ച് മറുവശത്ത് മറക്കുന്ന കഥയല്ല, ഇല്ലയോ? ബൈബിൾ ഒരിക്കൽ വായിക്കാം, ബൈബിൾ ഒരിക്കൽ വായിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രിൻ്റാകണം, ഇല്ലയോ? ബൈബിൾ എവിടെ ഇരിക്കണം? സെൽഫിലല്ല, ഇല്ലയോ? ബൈബിൾ സെൽഫിലല്ല വെക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ
ഇരിക്കണം. എവിടെ ഇരിക്കണം? വചനങ്ങൾ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. വചനം ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിൽ നിന്ന് വചനം പുറപ്പെട്ടു വരണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാനത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ മീറ്റിംഗ് ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ ആവേശത്തോടെ വളരെ തിരക്കിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് കൊണ്ടുപോയത്. അല്പശാന്തമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും പറ്റും, അത് പഠിക്കാനും പറ്റും. കർത്താവ് അനുവദിച്ചാൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ അത് പാസ്റ്റേഴ്സിനോട് വേണം പറയാൻ. പാസ്റ്ററുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സഭയുടെ ആരോഗ്യം അതാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് ആരംഭിക്കുന്ന മുൻപേ ഞാൻ പാസ്റ്റേഴ്സിനെ വിളിച്ചാണ് സംസാരിച്ചതും പാസ്റ്റേഴ്സ് ഇന്ന് ഇവിടെ ഉണ്ട്. ഒരിക്കലും ഒരു ദോഷവും ഒരു സഭയ്ക്കോ വിശ്വാസിക്കോ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനം നന്നായി പഠിക്കുക. ദയവായി പാരൻസ് മക്കളെ വചനം പഠിപ്പിക്കുക. ഞാൻ വേഗത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. പറഞ്ഞാൽ ഒരുപാട് കാര്യം പറയാം. ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ടീച്ചർ എന്നുള്ളത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കണം. അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ആദ്യത്തെ ടീച്ചർ. മനസ്സിലാകുന്നുണ്ടോ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദിവസത്തിലുണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ആവർത്തന പുസ്തകം 4:9-10 വായിക്കും. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും കണ്ടോ, മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മക്കളോട് പറയണം, മക്കളുടെ മക്കളോടും പറയണം. 78-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളോട് അറിയിക്കുവാൻ കൽപ്പിച്ചു. ആമേൻ. അപ്പൊ പിതാക്കന്മാരോട് പറഞ്ഞു. അവിടെ ആ ഭാഗമെല്ലാം വീട്ടിൽ ചെന്ന് വായിക്കണം. സമയക്കുറവോട് ഞാൻ വിട്ടുപോവുകയാണ്. മത്തായി 28:20 യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിക്കാൻ. ഇല്ലയോ? ദൈവദാസന്മാർ അടുത്തൊരു ടീച്ചറാ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അതിന്റെ യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറാ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകലവും നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ. മത്തായി 11:29 എന്റെ മുഖം എന്നിൽ നിന്ന് ഏറ്റ് എന്നിൽ നിന്ന് പഠിപ്പിൻ. ഇല്ലയോ? യേശു ക്രിസ്തു, അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലത്തിനും കാണാം യേശു ഒരു ടീച്ചറാ. അടുത്ത യോഹന്നാൻ 6:45 വാക്യം. യോഹന്നാൻ 6:45 എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എന്റെ അടുക്കൽ വരും. അപ്പൊ 6 ടീച്ചേഴ്സ് പറഞ്ഞു. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഗ്രാൻഡ് പാരൻസ്. ഇല്ലയോ? അപ്പൂപ്പനും അമ്മമ്മയും ഒരു ടീച്ചറാ. പാരൻസ് ഒരു ടീച്ചറാ. ദൈവദാസന്മാർ ഒരു ടീച്ചറാ. പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറാ. പുത്രൻ ഒരു ടീച്ചറാ. പിതാവ് ഒരു ടീച്ചറാ. ഇല്ലയോ? അത്ര 6 പേര്. ഇല്ലയോ? 6 ടീച്ചേഴ്സ് ഉണ്ട്. 7ാമത്തെ ഒരു ടീച്ചറുണ്ട്. നമ്മുടെ അനുഭവം ഗുരു. ഇല്ലയോ? അനുഭവം ഗുരു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ടീച്ചർ ആകണമെങ്കിൽ ആ ദൈവവചനത്തിന്റെ ആഴം അറിഞ്ഞാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലയോ? അപ്പൊ എല്ലാവരും പഠിപ്പിക്കണം. എല്ലാവരും ടീച്ചേഴ്സാ. വചനം നന്നായി പഠിച്ചിട്ട്
ഗ്രാൻഡ് പാരൻസ് എങ്കിൽ അതിൽ അവർ കൊച്ചുമക്കളെ പഠിപ്പിക്കണം, പാരൻസ് മക്കളെ പഠിപ്പിക്കണം, ശുശ്രൂഷകന്മാർ വിശ്വാസികളെ പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, പുത്രനിൽ കൂടി പഠിക്കണം, പിതാവിൽ കൂടി പഠിക്കണം. വചനത്തിൻ്റെ തെളിവാ. പഠിക്കാതിരുന്നാൽ എങ്ങനെ? ഓക്കെ, ദൈവവചനം പഠിക്കുക. ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്നറിയത്തില്ല. എങ്കിലും ഈ 3 ദിവസം നിങ്ങൾ ഇവിടെ കടന്നു വന്നു. വളരെ ക്ഷമയോട് നിങ്ങൾ കേട്ടു. പക്ഷേ എനിക്ക് സമയക്കുറവായതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോകേണ്ടതായിപ്പോയി. ആമേ, സ്തോത്രം. എൻ്റെ അനുഭവത്തിലൊരു പുതിയ എക്സ്പീരിയൻസ്. ഇത്രയും വളരെ വേഗത്തിൽ പഠിപ്പിക്കുക. ഞാൻ വളരെ ശാന്തമായി വളരെ സമയമെടുത്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, അവർക്കറിയാം. പ്രൈസല്ല, ക്ഷമിക്കുക. സമയക്കുറവായതുകൊണ്ട് വളരെ വേഗത്തിൽ പോയി. സംശയമുള്ളത് ചോദിക്കാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് അറേഞ്ച് ചെയ്താൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെലവുമില്ലാതെ സൗജന്യമായി ചെയ്യാം. ഡിനോമിനേഷൻ ഇല്ല. ആര് വേണമെങ്കിലും എവിടെയെങ്കിലും ഒരു 5-10 പേരൊക്കെ ഒരുങ്ങിയാൽ കൊള്ളാം. കാരണം ഞങ്ങൾ വരുമ്പോൾ ഈ 5 പേരിരിക്കുന്നിടത്ത് ചിലപ്പോൾ 4 പേര് ആബ്സെൻ്റ് ആയിരിക്കും. ഒരാളെ വെച്ച് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും, ഇല്ലയോ? സമയം വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് മലയാളത്തിലോ തമിഴിലോ ഇംഗ്ലീഷിൽ വേണമെങ്കിലും എടുക്കാം. 3 ലാംഗ്വേജിൽ വേണമെങ്കിൽ പഠിപ്പിക്കാം. ലാംഗ്വേജ് നമുക്ക് പ്രോബ്ലമില്ല. അത് തമിഴായാലും മലയാളമായാലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ബേസ് പഠിക്കണം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും പാസ്റ്റർമാരോട് പറഞ്ഞാൽ അത് നല്ലത്. ആമേ, സ്തോത്രം. എന്തായാലും നമുക്ക് ഈ അന്ത്യകാലത്ത് പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. ദൈവമായി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസവും കടന്നു വന്ന് സഹകരിച്ച എല്ലാ കർത്തൃദാസന്മാർക്ക്, എല്ലാ സഹോദരന്മാർക്ക് ആമേ എൻ്റെ നന്ദി ഞാൻ വീണ്ടും രേഖപ്പെടുത്തുന്നു. അതുപോലെ കൊയർ, ആമേ, പാട്ട് പാടിയ സഹോദരിമാർ വിവിധ സ്ഥാനത്തിൽ നിന്ന് അവർ കടന്നു വന്നു. എല്ലാവർക്കും ആമേ ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ ആമേ ഈ കർത്തൃത്വത്തിൽ നിന്ന് ഞാൻ ഇവിടെ വാങ്ങുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ പിന്നെയും നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.